this is Gauri Krishnan and I welcome you all back to my channel. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ മിക്കവാറും വേറെ മൈക്ക് വാങ്ങേണ്ടി വരുമായിരിക്കും. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ തൊട്ട് പ്ലാൻഡ് ആയിട്ടുള്ളൊരു വ്ലോഗല്ല, ബിക്കോസ് എനിക്ക് ഇന്ന് ആഫ്റ്റർനൂണിൽ ക്ലാസ് ഉള്ളൂ. സോ രാവിലെ എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടി. സോ ഞാനിങ്ങനെ കുറച്ച് എന്താ പറയുക, ഇപ്പം പിന്നെ എല്ലാം തന്നെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു റിലാക്സിങ് ടൈമൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സ്കിൻ കെയറിന് അങ്ങനെ ഭയങ്കര സാധനം ജസ്റ്റ് ക്രീം യൂസ് ചെയ്യും. വിൻ്റർ ആയതുകൊണ്ട്, ബിക്കോസ് അറിയാമല്ലോ വിൻ്റർ ആകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പ്രത്യേകിച്ച് എൻ്റെ കാല് ഭയങ്കര ഇഷ്യൂ ആണ് വിൻ്റർ ടൈമിൽ. അപ്പം ഞാൻ ഒരുപാട് അങ്ങനെ ഒരു സമയം എടുത്ത ഒരു കെയറിങ് ഒന്നും ഇപ്പോൾ എനിക്ക് കിട്ടില്ല. അപ്പോൾ ഇന്ന് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സോ ഞാൻ കുറച്ച് ബിക്കോസ് ഞാൻ കുറച്ച് ഈ കാല് ഒക്കെ കുറച്ച് നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് പാർലറിൽ പോയിട്ട് അങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പം അങ്ങനെ ഞാൻ പൊതുവേ അങ്ങനെ പോകാറില്ല. അങ്ങനെ ഒരുപാട് ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള സംഭവങ്ങളിലേക്ക് പോകാറില്ല. ബിക്കോസ് അത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ പ്രിഫർ ദാറ്റ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആക്ച്വലി ഞാൻ അഗാറോടെ കുറച്ച് പ്രൊമോഷൻസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഞാനിങ്ങനെ അവിടെ ഒരു പ്രൊഡക്റ്റ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആണ് ഞാൻ ആക്ച്വലി 2 സംഭവങ്ങൾ കണ്ടത്. അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ദിസ് ഇസ് നോട്ട് എ പ്രൊമോഷൻ. ബിക്കോസ് ഞാൻ അഗാറോടെ പ്രൊമോഷൻസ് ചെയ്യുന്നത് കൊണ്ട് ഇതും അങ്ങനെ ആണെന്ന് വിചാരിക്കും. ബട്ട് ദിസ് ഇസ് നോട്ട്, ബിക്കോസ് ഐ പർച്ചേസ്ഡ് ദീസ് 2 ഐറ്റംസ്. അപ്പം ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര റിസൾട്ട് തരുന്ന 2 പ്രോഡക്റ്റ്സ് ആയിരുന്നു. കാരണം പ്രോഡക്ട്സ് മെഷീൻസാണ്. അത് എല്ലാവർക്കും ഉണ്ട് ഈ കാലിൽ വിണ്ട് കയറുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്പാ മസാജർ പോലത്തെ ഒരു വെയിറ്റ്, ഇതാണ് സംഭവം. ഇതൊരു ബക്കറ്റ് പോലെയാണ്, പക്ഷേ ഇതിനകത്ത് നമുക്ക് മസാജ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്യൂമിക് സ്റ്റോൺ, ഈ ഒരു പിങ്ക് കളറിൽ കാണുന്നത് പ്യൂമിക് സ്റ്റോൺ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫുഡ് വൃത്തിയാക്കുന്നതിന് മാത്രമല്ല, ആക്ച്വലി ഇപ്പം നമുക്കിപ്പോൾ കാലസ് ഒക്കെ നമ്മുടെ കാലിൽ കാണില്ലേ, വെന്ത് കീറിയിട്ടുള്ള ഡെഡ് സെൽസും ഒക്കെ, അത് കളഞ്ഞ് അങ്ങനെ ഒരു കാല് വൃത്തിയാക്കുന്നതിന് എന്താ പറയുക, മാനിക്യൂറോ പെഡിക്യൂറോ സംതിങ്, എനിക്കത് തമ്മിൽ ഇപ്പോഴും കൺഫ്യൂഷനാണ് കേട്ടോ. ഓക്കെ, കമൻറ്റ് ചെയ്തോ, എനിക്കറിയില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്കിപ്പം ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ഇത് പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടർ ഫില്ല് ചെയ്യണം, എന്നിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളത്തിനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമുക്കൊരു കാലിനൊരു മസാജ് കിട്ടുന്ന ഒരു ഫീലാണ് കൂടുതലും ഇത്. പക്ഷേ നമുക്ക് അല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ കാലിൽ, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാതെ പോകാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. 2 in 1 പർപ്പസ് ആണ്. അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അത് മസാജ് മാത്രം മതി, നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ സംഭവം കണ്ടു, ഇത് അടിപൊളിയാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എൻ്റെ കാലിൻ്റെ ക്ലോസ് കാണിക്കാം, പക്ഷേ വളരെ ദയനീയ അവസ്ഥയാണ്. കാരണം കുറേ ദിവസമായി ഞാനൊന്ന് നന്നായിട്ടൊന്ന് കെയർ ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്ന് എന്തായാലും ഉച്ചയുടെ സമയം ഉണ്ടല്ലോ അതൊന്ന് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇത് രണ്ടും ഞാൻ വാങ്ങിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, ഒട്ടും എക്സ്പെൻസീവ് അല്ല. ഞാൻ ഇതിൻ്റെ പ്രൈസ് ഞാൻ പർച്ചേസ് ചെയ്തത് വേണമെങ്കിൽ ഓർഡർ കാണിച്ചില്ല. ഇനി ഞാനിത് പ്രൊമോഷനായിട്ട് ചെയ്യുന്നതൊന്നും എല്ലാവരുടെയും ഒരു കമൻറ്റ്സ് ചെയ്യാൻ കാണുന്നത്. ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ പ്രൊമോഷൻ. ഞാൻ വേണമെങ്കിൽ ഓർഡർ ചെയ്തതിന് കാണിച്ചുതരാം. ഓക്കെ. പിന്നെ ഈ പ്രൊമോഷൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത് പാർട്ട് ഓഫ് ദ ജോബാണ്. നമുക്ക് എല്ലാവരും പറയുന്നത് പ്രൊമോഷൻസ് ചെയ്യുന്നത്, പ്രൊമോഷൻസ് ചെയ്തേ പറ്റത്തുള്ളൂ, ബിക്കോസ് അത് നമ്മുടെ ഇൻകമാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ അത് ഇൻ ഓർ അതർ വേ കുറേ പേർക്ക് അത് ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. ഇപ്പം ഇവരുടെ തന്നെ അഗാറോടെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കോസ്മെറ്റിക്സ് ലിപ്സ്റ്റിക്ക് മാത്രമാണ് പ്രൊമോഷൻസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷേ ഞാൻ അത് മാത്രമല്ല ചൂസ് ചെയ്തെടുക്കാറ്. കാരണം ഒരുപാട് വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സംഭവങ്ങൾ എല്ലാം ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട് പ്രൊമോഷൻസിന്. കാരണം നമ്മൾ ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്ക് ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ്. സോ അപ്പോൾ അതിനെ അങ്ങനെ ആ ഒരു രീതിയിലെടുക്കാം. കാരണം എയർ ഫ്രയർ ഞാൻ ഇട്ടപ്പോഴത്തേക്കും കുറേ പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചു. കാരണം ഒരുപാട് പേര് കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്. സ്ട്രോക്ക് വന്നൊരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, കുട്ടിയുടെ അച്ഛന് വേണ്ടിയിട്ട്.
കാരണം അച്ഛനൊന്നും ചിക്കനോ ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു, ഫ്രൈ ചെയ്ത് കഴിക്കണ്ടേ. സോ എല്ലാം കറി വെച്ചിട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എയർ ഫ്രയർ ചേച്ചിയുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങൾ എയർ ഫ്രയർ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അച്ഛൻ ഇപ്പോൾ ഹാപ്പിയാണ്. സോ കണ്ടോ, ഇൻ ഓർ അതർ വേ മറ്റൊരാൾക്ക് അത് എവിടെയോ പ്രയോജനം ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഒരു ഇപ്പം ചിക്കൻ ഫ്രൈ കഴിക്കുന്നതാണോ ഇത്ര വലിയ സംഭവം എന്ന് നിങ്ങൾ പറയാൻ നിൽക്കുകയാണെങ്കിൽ ചിലർക്കത് ഭയങ്കര സംഭവമാണ്, മനസ്സിലായോ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് ഉള്ളത് മാത്രമേ നമുക്ക് ഇഷ്യൂസും പ്രശ്നവും ഉള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ച് ആ ഒരു ചെറിയ കാര്യം അത് അയാൾക്കൊരു സന്തോഷം കൊടുക്കാൻ എനിക്ക് അതിനകത്തൊരു പാർട്ടാവാൻ പറ്റിയതിൽ അതിന് ഞാൻ സന്തോഷം കണ്ടെത്തുന്നതാണ്. സോ അതങ്ങോട്ട് വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജി അല്ലെങ്കിൽ ഇതിരുന്നത് വേസ്റ്റ് ആണെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇന്നൊരു അതർ വേ അത് മറ്റുള്ളവർക്ക് എവിടെയെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട്. സോ അതിലെനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞുതരാം. യാ 999, ഓൺലി 999 റുപ്പീസാണ് കേട്ടോ. ഇത് കാണാമോ, വളരെ ചീപ്പായിട്ടുള്ള എക്സ്ട്രാ. അതുപോലെ ഇതിൻ്റെതും അറൗണ്ട് 2000 സംതിങ്. ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ നോക്കിക്കോട്ടെ. ദഗാരോടെ ഓട്ടോമാറ്റിക് ഫുഡ് സ്പാ ആണ്. ഫുഡ് സ്പാ മസാജ് വിത്ത് ഹീറ്റ് 6 മസാജ് റോളേഴ്സ്. ഇത് തന്നെ. ഇതിപ്പം ഇതിനകത്ത് കാണിച്ചേക്കുന്നത് 5000 താഴെ വരുന്നു, 4000 സംതിങ് ആണ്. പക്ഷെ ഞാൻ വാങ്ങിച്ച സമയത്ത് എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു. എനിക്ക് ഏകദേശം ഒരു 2800 സംതിങ് ആയിട്ടുള്ളൂ. എൻ്റെ ലക്കിനാണ് കേട്ടോ എനിക്ക് അങ്ങനെ കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കൊണ്ടാണ് സോ ഞാൻ വ്ളോഗായിട്ട് വിടാമെന്ന് വെച്ചത്. കാരണം ഇത്ര ചീപ്പായിട്ട് നമുക്ക് ഇതിപ്പോൾ നമ്മൾ പാർലറിൽ പോയിട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യവും കൊടുക്കണം. ഇത് നമുക്ക് നമ്മുടെ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നല്ലൊരു മെസ്സേജ് വേണം തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കലർക്കി വയ്ക്കുക, സ്വിച്ച് ഓൺ ചെയ്യുക, നല്ലൊരു സുഖമായിട്ട്. ഈവൻ സാറിന് പോലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് സാധാരണ ഇങ്ങനത്തെ ഇതിലൊന്നും അത്ര അട്രാക്റ്റഡ് ആവാത്ത ഒരാളാണ്, പക്ഷേ ഹി യൂസ് ടു ഡു ഇതിനകത്ത് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാലൊന്ന് വൃത്തിയാക്കി എടുക്കാം. അത് കാണുമ്പോൾ നിങ്ങൾ തന്നെ മേടിച്ചു ആ അവസ്ഥയാണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഈ സംഭവം ഇത് ആക്ച്വലി 3-4 ടൈപ്പ് ഉണ്ട് കേട്ടോ, ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ടാണ്. ഇതിന് 3 ഹെഡ്സ് ഇതിൻ്റെ കൂടെ വരണം കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് ഒന്ന് ഭയങ്കര ഹാർഡായിട്ടുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം, പിന്നെ ഒരു മീഡിയം ലെവൽ, പിന്നെ നോർമൽ ഉള്ളതും. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും കാലിൽ ചിലർക്ക് ഭയങ്കരമായിട്ട് വിള്ളലുള്ളവരുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ഈ ഒരു നോർമൽ ഇതിലൊന്നും നിൽക്കത്തില്ല. സോ എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ളത് ചൂസ് ചെയ്ത് വരും. പിന്നെ റീചാർജ് ചെയ്യാൻ പറ്റുന്ന കോഡ് ആയിട്ടാണ് വരുന്നത്. ഏകദേശം ഒരു 45 to 50 മിനിറ്റ്സ് നമ്മൾ ഒരു ചാർജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വിത്തൗട്ട് കോഡ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു 1 ഇയർ വാറണ്ടി കാർഡ്. അത് വൃത്തിയാക്കണം നമ്മൾ, കാരണം ഇതിപ്പോൾ ഞാൻ കാണിച്ചിരുന്നു നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് ഫുൾ ഇങ്ങനെ ഇതായിട്ട് വരും. ആക്ച്വലി ഇത് വേണമെങ്കിൽ നമുക്ക് കാലൊന്ന് വെറ്റാക്കിയിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഡ്രൈ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് അങ്ങനെ ചിലർ എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങളുടെ കുറച്ച് ഭയങ്കര ഹാർഡാണ്, കുറച്ച് സിവിയർ കേസസ് ഒക്കെ ആണെങ്കിൽ എനിക്കൊന്ന് ഇത് തന്നെ യൂസ് ചെയ്യാം. ഈ ഒരു ബക്കറ്റിനകത്ത് വെള്ളം യൂസ് ചെയ്ത് കുറച്ച് ഷാമ്പൂവും ലെമണും ഒക്കെ വേണമെങ്കിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒരു 20 മിനിറ്റ്സോളം സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇത് യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഭയങ്കര സിവിയർ കേസസിലൊക്കെ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അതല്ല നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടും ഇത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴെ ഒരു മാറ്റ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ആ ഒരു ഹാർഡ് സ്കിന്നൊക്കെ ഇളകി വരുന്നത്. അപ്പോൾ അത് ആ മാറ്റിലോട്ട് വീഴും. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി. അതിനുശേഷം ഞാൻ നേരത്തെ ഇട്ടിരുന്ന ഒരു നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അത് ഏകദേശം കുറേ ദിവസമായി, അപ്പം കുറച്ചൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വൃത്തികേടായിട്ടിരിക്കുകയായിരുന്നു. സോ അതെല്ലാം ഞാനൊന്ന് റിമൂവ് ചെയ്ത് വൃത്തിയാക്കി. ഇനി നമുക്ക് അഗാരോയുടെ ഈ ഒരു റോയൽ ഓട്ടോമാറ്റിക് ഫുഡ് സ്പാ മെഷീൻ ഓൺ ആക്കി കൊടുക്കാം. ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ. പിന്നെ സ്പാ ഓപ്ഷനുണ്ട്.
ടൈമറുണ്ട്. ടൈമർ നമുക്ക് എത്ര സമയം വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ മസാജ് ഓപ്ഷനുണ്ട്. സ്പായിലാണെങ്കിൽ നമ്മൾ ആദ്യം പ്രസ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റൊക്കെ വന്നിട്ട് ആ ഒരു ജസ്റ്റ് ഒരു സ്പായുടെ മോഡ് ഓൺ ആക്കും. പിന്നെ നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ബബിൾസ് വരും. അടുത്തത് ഞാൻ ഈ മസാജിങ് മോഡ് ഓണാക്കി കൊടുക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് 6 മോട്ടറൈസ്ഡ് മസാജിങ് റോളേഴ്സാണ് വരുന്നത്. അതുപോലെ 6 ടൈപ്പ് മസാജിങ് മോഡ്സും ഉണ്ട്. ഇത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ ഹീൽസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കാലിനൊരു വേദന വരില്ലേ, ആ ഒരു വേദന മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഫാറ്റിഗും മസിൽ ടെൻഷൻസും ഒക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ നടുക്ക് നമുക്കൊരു റൊട്ടേറ്റിംഗ് പ്യൂമിക് സ്റ്റോൺ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കാലങ്ങോട്ട് വെച്ച് കൊടുത്താൽ അത് തന്നെ റൊട്ടേറ്റ് ചെയ്ത് നോർമലി നമ്മൾ പ്യൂമിക് സ്റ്റോൺ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു റിസൾട്ടും നമുക്കിതിൻ്റെ കൂടെ കിട്ടും. ഇതിൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും റിലാക്സ് ചെയ്തിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ബുക്ക് വായിക്കുന്നവരാണെങ്കിൽ ബുക്ക് വായിക്കാം, ഫോൺ നോക്കാം, ഇതുപോലെ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ അത് ചെയ്യാം, കൊലുസിലെ നൂല് പറിച്ച് കളയാം. അപ്പോൾ നല്ലൊരു റിലീഫ് തരുന്നൊരു മെസ്സാജാണ് കേട്ടോ ഇത്. മസ്റ്റ് ട്രൈ ആണിത്. നെക്സ്റ്റ് ഞാൻ സ്കിന്നിനൊരു ഡീപ്പ് ഹൈഡ്രേഷൻ കൊടുക്കുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ആക്ച്വലി മോയ്സ്ചറൈസറിനെക്കാട്ടി കുറച്ചും കൂടെ ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഡിസാനോടെ ഒരു കോൾഡ് കംപ്രസ് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. നമുക്ക് സ്കിന്നിലും ഹെയറിലും അതുപോലെ കുക്കിങ്ങിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്യോർ ആൻഡ് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ആക്ച്വലി നമ്മളിപ്പോൾ രാത്രിയൊക്കെ ഇട്ടിട്ട് കിടക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് സോക്സൊക്കെ ഇട്ടിട്ട് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ബേബി സോഫ്റ്റ് ആയിട്ടിരിക്കും. അത്ര അടിപൊളി ഓയിലാണിത്. പിന്നെ ഞാൻ ഒരു മേമ്പൊടിക്ക് വേണ്ടി വെറുതെ കുറച്ച് നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വിൻ്റർ സീസണിൽ സ്കിന്നൊക്കെ അത്യാവശ്യം പ്രോബ്ലംസ് ഉള്ളവർക്ക് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. ആൻഡ് ദിസ് ഈസ് മൈ ഫൈനൽ റിസൾട്ട്. ഐ തിങ്ക് ആ ഡിഫറൻസിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇറ്റ്സ് ക്ലിയർലി വിസിബിൾ. So this is my easy and inexpensive food care routine. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും പ്രൊവൈഡ് ചെയ്യും. ഓഫേഴ്സ് വരുമ്പോൾ കുറച്ചും കൂടെ ചീപ്പായിട്ട് കിട്ടും. സോ ഏകദേശം എല്ലാം കൂടെ ഒരു 5,000-നകത്ത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഇങ്ങനെ ഒരു സ്പാ സെറ്റപ്പ് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുക. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. കാരണം 1:30 ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം 12:30. ഇനി എനിക്ക് ചോറ് കഴിക്കണം, റെഡി ആവണം, ഓടണം. സോ അപ്പോൾ വീണ്ടും ഒരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പിന്നെ Q&A ഞാൻ ഓർഡർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിരുന്നു, ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു. അപ്പോൾ Q&A ചെയ്യും. പിന്നെ ഐ ഹാവ് ടു ഡു സം കമൻറ്റ് റിയാക്ഷൻ. കാരണം ഒരു പർട്ടിക്കുലർ കമൻറ്റ്സ് ഞാൻ കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കും. ഞാൻ ഇപ്പോൾ ഈ തന്നെ യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ കമൻറ്റ്സ് ഒക്കെ കുറച്ച് ശ്രദ്ധിച്ചറിയാം. ബിക്കോസ് ഞാൻ തന്നെ നിങ്ങളോട് ചോദിച്ചായിരുന്നല്ലോ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യണോ. അപ്പം ക്വാളിറ്റിയുടെ കേസ് പറഞ്ഞു, ഞാനിപ്പോൾ അത് മാക്സിമം ബെറ്റർ ആക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കുറേ പേര് പറഞ്ഞു ഇപ്പോൾ ക്വാളിറ്റിയൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൗണ്ടിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞു. ആക്ച്വലി ഞാനൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ മിക്കവാറും വേറെ മൈക്ക് വാങ്ങേണ്ടി വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. പിന്നെ 2-3 കമൻറ്റ്സ് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ആ ഒരു കമൻസിനും കൂടെ റിപ്ലൈ കൊടുക്കണമെന്നുണ്ട് എനിക്ക്. പക്ഷേ ഇപ്പം സമയമില്ലാത്തത് കൊണ്ട് ഞാൻ Q&Aയുടെ കൂടെ ഒരു പക്ഷേ ചിലപ്പം അതിനുള്ളൊരു റിയാക്ഷൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പിന്നെ ഒരുപാട് സേഫ് ആയിരിക്കുക. ബിക്കോസ് കൊറോണ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. എന്തോ ഒരു ന്യൂ വേരിയൻറ്റ്. അത് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും കഴിവതും മാസ്ക് ഉപയോഗിച്ച് പുറത്തേക്ക് പോവുക. നിങ്ങൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.